കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലിബ്രിയോഫീസ് ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ലോജിക്കൽ ഫങ്ഷൻസ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിബ്രിയോഫീസ് കാൽക്കിലെ മറ്റൊരു പ്രധാന ഗ്രൂപ്പ് ഫങ്ഷൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഐറ്റംസ് ആണ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആണ്. Calc provides several mathematical functions which helps to analyze business data accurately with high speed. Calc നമുക്ക് കുറേ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് നൽകുന്നുണ്ട്. നമുക്ക് ഏത് തരം ബിസിനസ് ഡാറ്റയെയും വളരെ വേഗത്തിൽ അനാലിസിസ് നടത്തുന്നതിന് സമ്മറി എടുക്കുന്നതിനൊക്കെ സഹായിക്കുന്ന ഫങ്ഷൻസ് ആണ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. The commonly used mathematical functions are sum, sumif, round, റൗണ്ട് അപ്പ് ആൻഡ് റൗണ്ട് ഡൗൺ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ 5 ഫങ്ഷൻസിനെ ചെറിയ പ്രാക്ടിക്കൽസ് ചെയ്തുകൊണ്ട് നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് ഇതൊക്കെ പ്രാക്ടിക്കൽ സൈഡിലൂടെ പറഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ തിയറി പാർട്ടിലേക്ക് മടങ്ങി വരാം. ഓക്കെ, ഇവിടെ ഒരു ടേബിൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ, ഇത്തരം 5 അസറ്റുകളുണ്ട്. ആ അസറ്റിൻ്റെ ഒക്കെ വാല്യൂ ഇവിടെ ഒരു B2 മുതൽ B6 വരെയുള്ള സെല്ലുകളിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഓരോ അസറ്റിൻ്റെയും ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ C2 മുതൽ C6 വരെയുള്ള സെല്ലുകളിൽ ആയി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫോർ എക്സാമ്പിൾ ഈ ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇവിടെ ഓട്ടോ സം എന്ന് പറയുന്ന ഓപ്ഷൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് ലഭ്യമാകുന്നുണ്ട്. അതല്ല, നമ്മൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈക്വൽ ടു സം എന്ന ഫങ്ഷൻ ടൈപ്പ് ചെയ്ത് നമുക്ക് ഈ സെല്ല് B2 B6 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും നമുക്കതിൻ്റെ റിസൾട്ട് ലഭ്യമാണ്. അതും അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷനാണ്, നമുക്ക് ഈക്വൽ ടു SUM സം ജസ്റ്റ് എൻ്റർ ചെയ്യുക. നമുക്ക് ഈ വാല്യൂ ഓഫ് അസറ്റ് എൻ്റർ ചെയ്തിട്ടുള്ള സെല്ലുകളെ ഡ്രാഗ് ചെയ്ത് സെലക്ഷൻ കാണിച്ചു കൊടുക്കുക. ജസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ആ റിസൾട്ട് ലഭ്യമാണ്. ഇതാണ് സം ഫംഗ്ഷൻ. അതുപോലെ ഡിപ്രീസിയേഷൻ്റെ ടോട്ടൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോ സം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈക്വൽ ടു SUM ജസ്റ്റ് എൻ്റർ ചെയ്ത് എന്ത് ചെയ്യാം, ഈ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ അതിൻ്റെ ടോട്ടൽ വാല്യൂ ഓഫ് ഡിപ്രീസിയേഷൻ കൂടി നമുക്ക് ലഭ്യമാവും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സം ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ദെൻ അടുത്തതായിട്ട് നമുക്ക് ചില കണ്ടീഷൻസ് വെച്ച് ടോട്ടൽ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കതിന് സം ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാം. നമ്മുടെ ഇവിടുത്തെ അസറ്റുകളെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിപ്രീസിയേഷൻ ഉണ്ട്. നമുക്ക് വേണ്ടത് ടോട്ടൽ ഡിപ്രീസിയേഷൻ ഓഫ് ദോസ് അസറ്റ്സ് വിച്ച് ഈസ് മോർ ദാൻ ₹4 lakh. 4 ലക്ഷം രൂപയിൽ കൂടുതൽ വിലയുള്ള അസറ്റുകളുടെ ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കിവിടെ പല അസറ്റുകളുടെ വാല്യൂ ഉണ്ട്. ഈ കൂട്ടത്തിൽ നിന്ന് 4 ലക്ഷത്തിലധികം വാല്യൂ ഉള്ള 2 അസറ്റ്സ് ഉണ്ട്. ഇവിടെ ലാൻഡ് 7,50,000, പ്ലാന്റ് 5 ലക്ഷം. ഇതിൻ്റെ രണ്ടിൻ്റെയും മാത്രം ഡിപ്രീസിയേഷൻ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഫംഗ്ഷനാണ് സം ഈ ഫംഗ്ഷനാണ്. ഈക്വൽ ടു SUM if sum if എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. നമുക്ക് എന്താണ് വേണ്ടത്, വാല്യൂ ഓഫ് അസറ്റ് 4 ലക്ഷം അതിൽ കൂടുതലോ ആണെങ്കിൽ അതിൻ്റെ ഡിപ്രീസിയേഷൻ്റെ ടോട്ടലാണ് വേണ്ടത്. അപ്പോൾ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ടോട്ടൽ കാണാനുള്ള ഫംഗ്ഷനാണ് സം ഇഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. റേഞ്ച് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് അസറ്റ് ഉള്ള റേഞ്ച് സെലക്ട് ചെയ്യുക, എന്നിട്ട് കോമ കൊടുക്കുക, ജസ്റ്റ് കണ്ടീഷൻ ടൈപ്പ് ചെയ്യുക. എന്താണ് കണ്ടീഷൻ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 lakh. ദെൻ ഡബിൾ കോട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ആ കണ്ടീഷൻ നോക്കിയിട്ട് എവിടുത്തെ എമൗണ്ടിൻ്റെ ടോട്ടലാണ് വേണ്ടത്, ഈ ഡിപ്രീസിയേഷൻ്റെ ടോട്ടലാണ് വേണ്ടത്. ആ റേഞ്ച് കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുമ്പ് ഒരു കോമ പ്ലേസ് ചെയ്യാൻ മറക്കരുത്. കോമ കൂടി കൊടുക്കേണ്ടതുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ റേഞ്ച് നൽകേണ്ടത്. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? 1,70,70,000 രൂപ. ഏതാണ് 1,70,70,000?
7,50,000 വിലയുള്ള ലാൻഡിൻ്റെയും അഥവാ 90,000 രൂപ ഡിപ്രീസിയേഷൻ, അതുപോലെ 5 ലക്ഷം രൂപ വിലയുള്ള പ്ലാന്റിൻ്റെയും ഡിപ്രീസിയേഷൻ ടോട്ടൽ ചെയ്തതാണ് 1,70,000 രൂപ. 90,000 പ്ലസ് 80,000. ദെൻ മറ്റൊരു കാര്യം നോക്കുക, ടോട്ടൽ ഡിപ്രീസിയേഷൻ ഓഫ് ദോസ് അസറ്റ്സ് വിച്ച് ഈസ് ലെസ് ദാൻ 3,50,000. 3,50,000 കുറവുള്ള അസറ്റിൻ്റെ അല്ലെങ്കിൽ അസറ്റുകളുടെ മാത്രം ഡിപ്രീസിയേഷൻ ഡിസ്പ്ലേ ചെയ്യണം. അതിൻ്റെ ടോട്ടൽ വേണം. ഈക്വൽ ടു സം ഈഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്താ വേണ്ടത്? വാല്യൂ ഓഫ് അസറ്റ് ആ റേഞ്ച് സെലക്ട് ചെയ്യുക. ദെൻ കോമ ഡബിൾ കോട്ടിൽ നമ്മുടെ കണ്ടീഷൻ എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എത്ര രൂപയാണ്? 3,50,000. ഡബിൾ കോട്ട് ക്ലോസ് ചെയ്യുക, കോമ കൊടുക്കുക. എവിടെ നിന്നുള്ള ടോട്ടലാണ് വേണ്ടത്? ഡിപ്രീസിയേഷനിൽ നമ്മുടെ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്ന എമൗണ്ടുകൾ എടുത്തിട്ടുള്ള ടോട്ടലാണ് വേണ്ടത്. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ ചെയ്യുക. 95,000 ആണ് നമുക്ക് കിട്ടിയത്. എന്താണ് 95,000 വരാനുള്ള കാരണം? ഡിപ്രീസിയേഷൻ എമൗണ്ടിൽ ചില എമൗണ്ടുകൾ മാത്രം എടുത്ത് ടോട്ടൽ നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ടോട്ടൽ നൽകിയിട്ടുള്ളത് 3 ലക്ഷം അല്ലെങ്കിൽ അതിൽ കുറവുള്ള അസറ്റുകളുടെ ഡിപ്രീസിയേഷൻ്റെ ടോട്ടലാണ്. ഇവിടെ ബിൽഡിംഗ് 3 ലക്ഷം, മെഷീനറി 2.5 ലക്ഷം, ഫർണിച്ചർ 1 ലക്ഷം. അപ്പോൾ ടോട്ടൽ അതിൻ്റെ ഡിപ്രീസിയേഷൻ 45,000 പ്ലസ് 30,000 പ്ലസ് 20,000, അതാണ് 95,000. ദെൻ അടുത്ത ആവശ്യം എന്താണ്? ടോട്ടൽ ഡിപ്രീസിയേഷൻ ഓഫ് ദോസ് അസറ്റ്സ് വിച്ച് ഈസ് എക്സാക്ട്ലി ₹3 lakh. 3 ലക്ഷം വാല്യൂ ഉള്ള അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ എത്രയാണ്? നമ്മൾ എന്ത് കൊടുക്കും? ഈക്വൽ ടു സം ഈഫ് ഇൻ ബ്രാക്കറ്റ് വാല്യൂ ഓഫ് അസറ്റ് ഉള്ള റേഞ്ച് സെലക്ട് ചെയ്യുന്നു, കോമ ഈക്വൽ ടു ഡബിൾ കോട്ടിൽ കൊടുക്കണം, ഈക്വൽ ടു 3 lakh. ഡബിൾ കോട്ട് ക്ലോസ് ചെയ്യുന്നു, കോമ ഡിപ്രീസിയേഷൻ്റെ റേഞ്ച് സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. 45,000 രൂപ, 3 ലക്ഷം രൂപ എക്സാക്റ്റ് വാല്യൂ ഉള്ള അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ 45,000 രൂപ. ദെൻ അടുത്തൊരു കണ്ടീഷൻ വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ്സ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 lakh. 3 ലക്ഷത്തിൽ കുറവ് വാല്യൂ ഉള്ള അസറ്റിൻ്റെ വാല്യൂവിൻ്റെ ടോട്ടലാണ് വേണ്ടത്. അഥവാ ടോട്ടൽ എടുക്കേണ്ടത് വാല്യൂ ഓഫ് അസറ്റ് എന്ന കോളത്തിൻ്റെയാണ്. പക്ഷേ എന്ത് വേണം? 3 ലക്ഷത്തിൽ കുറവ് വാല്യൂ ഉള്ള അസറ്റിൻ്റെ അല്ലെങ്കിൽ 3 ലക്ഷം വാല്യൂ ഉള്ള അസറ്റിൻ്റെ ടോട്ടലാണ് വേണ്ടത്. അപ്പോൾ ഈക്വൽ ടു എന്ത് വേണം? സം ഈഫ് ഏതിൻ്റെയാണ്? വാല്യൂ ഓഫ് അസറ്റ് ദെൻ ബ്രാക്കറ്റ് വാല്യൂ ഓഫ് അസറ്റിൻ്റെ ടോട്ടൽ വേണം B2 to B6, കോമ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 lakh. ഡബിൾ കോട്ടിലാണ് നൽകേണ്ടത്. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ ചെയ്യുക. 3 ലക്ഷത്തിൽ കുറവുള്ള അസറ്റുകളുടെ വാല്യൂ ടോട്ടൽ ഏതൊക്കെയാണ്? 3 ലക്ഷം അല്ലെങ്കിൽ അതിൽ കുറവുള്ളത്. ഇവിടെ ഒരു 3 ലക്ഷം ഉണ്ട്, ഒരു 2.5 ലക്ഷം ഉണ്ട്, ഒരു 1 ലക്ഷം ഉണ്ട്. ടോട്ടൽ 6,50,000. ദെൻ അടുത്താണ് ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ്സ് വിച്ച് ഈസ് മോർ ദാൻ ഓർ ഈക്വൽ ടു 5 lakh. 5 ലക്ഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ വാല്യൂ ഉള്ള അസറ്റിൻ്റെ ടോട്ടൽ ഈക്വൽ ടു സം ഈഫ് റേഞ്ച് സെലക്ട് ചെയ്യുന്നു, കോമ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 lakh. ഡബിൾ കോട്ടിലാണ് കൊടുക്കേണ്ടത്. ദെൻ ജസ്റ്റ് എൻ്റർ ചെയ്യുക. 12,50,000. 5 ലക്ഷം
അതിൽ കൂടുതൽ വാല്യൂ ഉള്ള, ഇവിടെ 2 അസറ്റാണ് 5 ലക്ഷത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 5 ലക്ഷം വാല്യൂ ഉള്ളത്, 7,50,000 ലാൻഡും 5 ലക്ഷം രൂപയുടെ പ്ലാന്റും, ടോട്ടൽ 12,50,000. ഇങ്ങനെയാണ് നമ്മൾ സമ്മി ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. നമുക്ക് അടുത്തൊരു ഫംഗ്ഷനാണ് റൗണ്ട് ഫംഗ്ഷൻ. നമുക്കറിയാം നമ്മൾ പല കാൽക്കുലേഷൻസ് നടത്തുമ്പോൾ പോയിൻ്റ് വെച്ചിട്ടുള്ള വാല്യൂസ് കിട്ടും, അഥവാ ഡെസിമൽ പ്ലേസസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ 25,431.2572. ഇതിന് നമുക്ക് റൗണ്ട് ചെയ്യണം. അപ്പോൾ റൗണ്ട് ചെയ്യാനുള്ള ഫങ്ഷൻസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഇവിടെ ആദ്യമായിട്ട് നമ്മൾ റൗണ്ട് എന്ന ഫങ്ഷൻ ഉപയോഗിക്കുക. റൗണ്ട് ജസ്റ്റ് എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്കവിടെ ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റും വന്നിട്ടുണ്ട്. നമ്മൾ ഈ നമ്പർ സെലക്ട് ചെയ്യുക, കോമ, നമുക്ക് എത്ര സ്ഥാനത്തേക്ക് ഇതിനെ റൗണ്ട് ചെയ്യണം. ഇവിടെ 2 സ്ഥാനത്തേക്ക് റൗണ്ട് ചെയ്യണം. ജസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ നോക്കുക 25,431.26 മാറിയിട്ടുണ്ട്. 0.2572 എന്ന വാല്യൂ 2.6 കൺവെർട്ട് ചെയ്തിട്ടുണ്ട്. 2.5 ശേഷം 7.2 എന്നുള്ളതിനെ 6 കൺവെർട്ട് ചെയ്തു. ദെൻ മറ്റൊരു രീതിയിൽ നോക്കുക, ഈക്വൽ ടു റൗണ്ട്, ജസ്റ്റ് എൻ്റർ ചെയ്യുക, നമ്പർ സെലക്ട് ചെയ്യുക, കോമ കൊടുക്കുക, പോയിന്റിന് ശേഷം ഒരക്കം മതിയെങ്കിൽ 1 എന്ന് ടൈപ്പ് ചെയ്യാം. ജസ്റ്റ് നോക്കുക 25,431.3 കൺവെർട്ട് ചെയ്തു. 2,572 എന്നതിനെ അടുത്ത വാല്യൂ ആയിട്ടുള്ള 3 കൺവെർട്ട് ചെയ്തു. ദെൻ പോയിന്റ് വേണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഈക്വൽ ടു റൗണ്ട് ഫങ്ഷൻ അപ്ലൈ ചെയ്യുക. ദെൻ നമ്മുടെ നമ്പർ സെലക്ട് ചെയ്യുക, എത്ര വാല്യൂ പോയിന്റിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 0 ആണ്. ജസ്റ്റ് നോക്കുക 25,431. ഓക്കെ. ദെൻ അടുത്ത് നോക്കുക ഈക്വൽ ടു റൗണ്ട്, ജസ്റ്റ് എൻ്റർ ചെയ്യുക, എമൗണ്ട് കിടക്കുന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ കൊടുക്കുക, -1 എന്ന് ടൈപ്പ് ചെയ്തു. എന്ത് വരുന്നു? 25,430. ഏറ്റവും അടുത്ത ടെൻസിലേക്കാണ് അതിനെ കൺവെർട്ട് ചെയ്യുക. ഇവിടെ 25,431.2572 എന്നതിന് 25,430 റൗണ്ട് ചെയ്തു. ഏറ്റവും അടുത്തുള്ള ടെൻസ് 10കളുടെ കൂട്ടത്തിലേക്ക് ഇതിനെ കൺവെർട്ട് ചെയ്യും. അതിന് അടുത്തൊരു എക്സാമ്പിൾ നോക്കുക, ഈക്വൽ ടു റൗണ്ട്, ജസ്റ്റ് എൻ്റർ ചെയ്യുക, നമ്മൾ നമ്പർ സെലക്ട് ചെയ്യുന്നു, കോമ കൊടുക്കുന്നു, നമ്മൾ -2 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള 100ലേക്ക് ഇതിനെ കൺവെർട്ട് ചെയ്യും. ഇപ്പോൾ 25,431 25,400 റൗണ്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്തൊരു ഫംഗ്ഷനാണ് നമ്മൾ റൗണ്ട് അപ്പ് ഫങ്ഷൻസ് ആണ്. ഈക്വൽ ടു റൗണ്ട് അപ്പ് സെലക്ട് ചെയ്ത് നമ്പറുള്ള സെല്ലിനെ സെലക്ട് ചെയ്തിട്ട് കോമ കൊടുത്തിട്ട് നമ്മൾ 2 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് മാറ്റം ഉണ്ടായത്? റൗണ്ട് അപ്പാണ്. അഥവാ നമ്മൾ പോയിന്റിന് ശേഷമുള്ള 2,572 എന്ന വാല്യൂവിനെ 2 ഡിജിറ്റ് പോയിന്റിന് ശേഷമാക്കി ഒതുക്കുകയും അതോടൊപ്പം മുകളിലേക്കാണ് കൺവെർട്ട് ചെയ്തത്. 2,5 എന്ന് ഉള്ളതിനെ 2,6 ആക്കിയിട്ടാണ് കൺവെർട്ട് ചെയ്തത്. ഓക്കെ. ദെൻ അടുത്ത് നോക്കുക, ഈക്വൽ ടു റൗണ്ട് അപ്പ്, വാല്യൂ ഉള്ള സെല്ല് സെലക്ട് ചെയ്തു, കോമ 1 എന്ന് ഒരു പോയിന്റിന് ശേഷം ഒരു സ്ഥാനം മാത്രം വരുന്ന തരത്തിൽ കൺവെർട്ട് ചെയ്യണം എന്നാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുള്ളത്. കൺവെർട്ട് ചെയ്യുമ്പോൾ എന്തായി? റൗണ്ട് അപ്പാണ്. 25,431.3 ആണ്. 0.2572 എന്നതിനെ 3 എന്ന അപ്പ് ചെയ്തിട്ടാണ് കൺവെർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ദെൻ ഈക്വൽ ടു റൗണ്ട് അപ്പ്, വാല്യൂ ഉള്ള സെല്ല് സെലക്ട് ചെയ്തു, കോമ 0 എന്ന് കൊടുത്തു. ദെൻ എന്താ സംഭവിച്ചത്? 25,432. നമ്മൾ റൗണ്ട് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചപ്പോൾ 25,431 ആയിട്ടാണ് ഇതിനെ മാറ്റിയതെങ്കിൽ, റൗണ്ട് ചെയ്തതെങ്കിൽ, ഇവിടെ റൗണ്ട് അപ്പ് ഉപയോഗിച്ചപ്പോൾ 25,432 ആണ്. ദെൻ ഈക്വൽ ടു റൗണ്ട് അപ്പ്, ജസ്റ്റ് എൻ്റർ ചെയ്ത്
ബ്രാക്കറ്റിൽ നമ്മൾ വാല്യൂ ഉള്ള സെല്ലിൻ്റെ ഐ ഡി കൊടുത്തു, കോമ -1 എന്ന് കൊടുത്ത ടെൻസിലേക്കാണ് കൺവെർട്ട് ചെയ്യുക അല്ലേ. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ 25,430 അതിനെ റൗണ്ട് ചെയ്തു. ഇവിടെ എങ്ങോട്ടാണ് റൗണ്ട് ചെയ്തത്? 25,440 25,431 കഴിഞ്ഞ് അടുത്ത അപ്പായിട്ടുള്ള ടെൻസിലേക്കാണ് കൺവെർട്ട് ചെയ്തത്, അഥവാ റൗണ്ട് അപ്പാണ് ചെയ്യുന്നത്. ദെൻ അടുത്തത് ഈക്വൽ ടു റൗണ്ട് അപ്പ്, വാല്യൂ സെലക്ട് ചെയ്തു, കോമ -2 എന്ന നമ്പർ കൊടുത്തു. എന്തായി? 25,500 കൺവെർട്ട് ചെയ്തു. അഥവാ ഇവിടെ റൗണ്ട് അപ്പ് ഫംഗ്ഷനാണ് ഉപയോഗിച്ചത്. 25,430 കഴിഞ്ഞിട്ടുള്ള അപ്പ് ചെയ്തിട്ടുള്ള ഹൺഡ്രഡ്സ് എന്ന് പറഞ്ഞാൽ 25,500 അതിലേക്ക് കൺവെർട്ട് ചെയ്തു. ദെൻ അടുത്തൊരു ഫംഗ്ഷനാണ് റൗണ്ട് ഡൗൺ. റൗണ്ട് ഡൗൺ എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കുക. ഈക്വൽ ടു റൗണ്ട് ഡൗൺ വാല്യൂ കോമ 2 എന്ന് കൊടുത്താൽ 25,431.25 താഴേക്കാണ് കൺവെർട്ട് ചെയ്തിട്ടുള്ളത്, റൗണ്ട് ഡൗൺ ആണ്. ദെൻ ഈക്വൽ ടു റൗണ്ട് ഡൗൺ A2, 1 എൻ്റർ ചെയ്തു, 25,431.2. ദെൻ ഈക്വൽ ടു റൗണ്ട് ഡൗൺ A3, 0 25,431 താഴേക്കാണ്. ഏറ്റവും തൊട്ട് മുമ്പുള്ള റൗണ്ട് ചെയ്യുന്ന ഒരു ഫുൾ ഫിഗറിലേക്ക് അതിനെ മാറ്റിയിട്ടുണ്ട്. ദെൻ ഈക്വൽ ടു റൗണ്ട് ഡൗൺ A4, -1 ഏറ്റവും താഴെയുള്ള അടുത്തുള്ള ടെൻസിലേക്ക് കൺവെർട്ട് ചെയ്യും, 25,430. ദെൻ ഈക്വൽ ടു റൗണ്ട് ഡൗൺ, സെല്ല് സെലക്ട് ചെയ്യുന്നു, കോമ കൊടുക്കുന്നു, -2 കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള അതേസമയം താഴെയുള്ള വാല്യൂ താഴെയുള്ള ഹൺഡ്രഡ്സിലേക്കാണ് കൺവെർട്ട് ചെയ്യുക, 25,400. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ ഇത് 25,500 റൗണ്ട് അപ്പ് ആണെങ്കിൽ 500 കൺവെർട്ട് ചെയ്യും, റൗണ്ട് ഡൗൺ ആണെങ്കിൽ 400 കൺവെർട്ട് ചെയ്യും. ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പറയാനുള്ളത്. നമുക്കിതിൻ്റെ തിയറി പാർട്ടിലേക്ക് പോവാം. ഓക്കെ, ആദ്യമായിട്ട് സം ഫംഗ്ഷനാണ്. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ദ സം ഓഫ് ദ ഗിവൺ നമ്പേഴ്സ്, സെൽസ് ഓർ റേഞ്ച് ഓഫ് സെൽസ്. സം ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് നമ്പേഴ്സിൻ്റെയോ സെൽസിൽ എൻ്റർ ചെയ്ത വാല്യൂസിൻ്റെയോ റേഞ്ച് ഓഫ് സെൽസിൽ നിന്നുള്ള വാല്യൂസിൻ്റെയോ ടോട്ടൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സിൻടാക്സ് നോക്ക്. ഈക്വൽ ടു സം നമ്പർ 1, നമ്പർ 2, നമ്പർ 3 എക്സെട്ര. എക്സാമ്പിൾ ഈക്വൽ ടു സം 10, 20, 30 റിസൾട്ട് നമുക്ക് കിട്ടും. ദെൻ മറ്റൊരു രീതിയിലും സം എടുക്കാം. ഈക്വൽ ടു സം സെൽ 1, സെൽ 2, സെൽ 3 എക്സെട്ര. നമ്മൾ സം എടുക്കുമ്പോൾ സെൽ അഡ്രസ്സ് കൊടുത്താലും മതിയാവും. എക്സാമ്പിൾ സം A1, A2, A3. ദെൻ ഈക്വൽ ടു സം റേഞ്ച് 1, റേഞ്ച് 2 എക്സെട്ര. ഈക്വൽ ടു സം A1, A3. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സം എടുക്കാൻ പറ്റും. ടോട്ടൽ കാണാനുള്ള ഫംഗ്ഷനാണ് സം ഫംഗ്ഷൻ. ദെൻ സം ഇഫ് ഇറ്റ് ഓൺലി സംസ് ഇറ്റ്സ് വാല്യൂസ് വെൻ എ പെർട്ടിക്കുലർ കണ്ടീഷൻ ഓർ ക്രൈറ്റീരിയ ഈസ് സാറ്റിസ്ഫൈഡ്. ഒരു പ്രത്യേക ക്രൈറ്റീരിയ വെച്ചിട്ട് ടോട്ടൽ എടുക്കാനുള്ള ഫംഗ്ഷനാണ് അല്ലെങ്കിൽ സം കാണാനുള്ള ഫംഗ്ഷനാണ് സം ഈഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സിൻടാക്സ് ഇതാണ്. ഈക്വൽ ടു സം ഈഫ് റേഞ്ച്, ഏത് റേഞ്ചിലാണോ നമ്മൾ ക്രൈറ്റീരിയ കൊടുക്കേണ്ടത് ആ റേഞ്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം കോമാക്ക് ശേഷം എന്ത് ചെയ്യുക? ഡബിൾ കോട്ടിൽ ക്രൈറ്റീരിയ പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഏത് റേഞ്ചിലെ സമ്മാണ് വേണ്ടത് എന്ന് കോമ ചെയ്തതിന് ശേഷം നൽകുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എക്സാമ്പിൾ ഈക്വൽ ടു സം ഇഫ് A1, A5 then in double quotes greater than 40,000. A1 മുതൽ A5 വരെയുള്ള സെല്ലുകളുടെ വാല്യൂ 40,000-ലും കൂടുതലാണെങ്കിൽ അതിന് നേരെ
ഉള്ള B1 മുതൽ B5 ഉള്ള സെല്ലിൻ്റെ ടോട്ടൽ എടുക്കുക എന്നതാണ് ഈ സമ്മി ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത്. ദെൻ വേർ റേഞ്ച് ഈസ് ദ സെൽസ് ടു വിച്ച് ദ ക്രൈറ്റീരിയ ഈസ് ടു ബി അപ്ലൈഡ്. ഈ റേഞ്ച് എന്ന് പറഞ്ഞാൽ എവിടെയാണോ ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യേണ്ടത് ആ സെൽസിനെയാണ് നമ്മളിവിടെ റേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ക്രൈറ്റീരിയ ഈസ് ദ കണ്ടീഷൻ ടു ബി ഫുൾഫിൽഡ് ഫോർ ടോട്ടലിംഗ് സെൽസ്. ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് കണ്ടീഷനാണോ ഫുൾഫിൽ ചെയ്യേണ്ടത് അതിനെയാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ദെൻ സം റേഞ്ച്, ഇത് ഓപ്ഷനിലാണ്, ഈസ് ദ റേഞ്ച് ഫ്രം വിച്ച് ദ വാല്യൂസ് ആർ സംഡ്. ഏത് റേഞ്ചിൽ നിന്നുള്ള വാല്യൂസിനെയാണ് ടോട്ടൽ ചെയ്യേണ്ടത് അതിനെയാണ് സം റേഞ്ച് എന്ന് പറയുന്നത്. ദെൻ റൗണ്ട് ഫംഗ്ഷൻ. റൗണ്ട് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു റൗണ്ട് ഓഫ് എ നമ്പർ ടു എ സർട്ടൻ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ്. ഒരു നമ്പറിനെ ഒരു നിശ്ചിത എണ്ണം ഡെസിമൽ പ്ലേസസിലേക്ക് റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. സിൻടാക്സ് ഈക്വൽ ടു റൗണ്ട് നമ്പർ കൊമ കൗണ്ട്. ഇവിടെ നമ്പർ ഈസ് ദ നമ്പർ ടു റൗണ്ട് ഓഫ്. നമ്പർ എന്ന് പറഞ്ഞാൽ ഏത് നമ്പറിനെയാണോ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. ദെൻ കൗണ്ട് എന്ന് പറഞ്ഞാലോ കൗണ്ട് ഈസ് ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ടു റൗണ്ട് ദ നമ്പർ. ആ നമ്പറിനെ എത്രമാത്രം ഡിജിറ്റിലേക്കാണ് റൗണ്ട് ചെയ്യേണ്ടത് എന്ന് നൽകുന്നതാണ് ഈ കൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ 2 കൊടുത്താൽ പോയിന്റിന് ശേഷമുള്ള ഡിജിറ്റുകളുടെ എണ്ണം 2 ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. എക്സാമ്പിൾ ഈക്വൽ ടു റൗണ്ട് 45,321.7354, 2 എന്ന് പറയുമ്പോൾ ഇതുപോലെ 45,321.74 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ അതുപോലെ നമ്മളിവിടെ 1 ആണ് ഒന്ന് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ പോയിന്റിന് ശേഷം ഒരു ഡിജിറ്റ് മാത്രമായിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ ഇവിടെ നമ്മൾ 0 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ പോയിന്റിന് ശേഷം ഡിജിറ്റ് ഇല്ലാതെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഈ റൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഈ കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് -1 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അടുത്തുള്ള ടെൻസിലേക്കാണ് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത്. ദെൻ റൗണ്ട് അപ്പ് ഫംഗ്ഷൻ. Round up function is similar to round function. This function rounds up away from 0 without considering the value next to the counting digit. Round up function വർക്ക് ചെയ്യുന്നത് റൗണ്ട് ഫംഗ്ഷൻ പോലെ തന്നെയാണ്. പോയിന്റിന് ശേഷമുള്ള വാല്യൂസിനെ ഒരു നിശ്ചിത ഡിജിറ്റുകളിലേക്ക് റൗണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ റൗണ്ട് അപ്പ് ഫംഗ്ഷൻ ചെയ്യുന്നത് പോയിന്റിന് ശേഷം നമ്മൾ റൗണ്ട് ചെയ്യുന്ന വാല്യൂവിൻ്റെ എല്ലാ ഡിജിറ്റും കൺസിഡർ ചെയ്യാതെ ഒരു മുകളിലെ വാല്യൂയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ സിൻടാക്സ് ഒന്ന് നോക്കുക. ഈക്വൽ ടു റൗണ്ട് അപ്പ് നമ്പർ കൊമ കൗണ്ട്. എക്സാമ്പിൾ ഈക്വൽ ടു റൗണ്ട് അപ്പ് 45,321.7354, 2. ഇതെങ്ങനെയാണ് റൗണ്ട് ചെയ്യുക? അപ്പിലേക്കാണ് റൗണ്ട് ചെയ്യുന്നത്. 2 ഡിജിറ്റായിട്ട് ഇതിനെ സ്ഥിരപ്പെടുത്തും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 45,321.74, 73 പകരം ഇവിടെ 74 ആക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഈക്വൽ ടു റൗണ്ട് അപ്പ് 45,321.7354, 1, അല്ലേ? ഇവിടെ ഒരു അപ്പ് ചെയ്ത് ഒരു ഡിജിറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഈക്വൽ ടു റൗണ്ട് അപ്പ് 45,321.7354, 0 എന്നാണ് നൽകിയത്. കൗണ്ട് കൊടുത്തത് 0 ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? അപ്പ് ചെയ്ത് പോയിന്റിന് ശേഷം വാല്യൂ ഇല്ലാത്ത തരത്തിൽ 45,322 ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ റൗണ്ട് അപ്പ് ഇവിടെ -1 കൊടുത്തു കഴിഞ്ഞാൽ അപ്പ് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് ടെൻസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. 45,330, 321 എന്താക്കിയിട്ടുണ്ട്? 330 ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്ത നോക്കുക റൗണ്ട് അപ്പ്. ഇവിടെ -2 കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത മുകളിലെ 100ലേക്കാണ് കൺവേർട്ട് ചെയ്യുക. 45,321 45,400 ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ റൗണ്ട് ഡൗൺ. റൗണ്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ റൗണ്ട് അപ്പും റൗണ്ട് ഡൗൺ തമ്മിലുള്ള വ്യത്യാസം, റൗണ്ട് അപ്പിൽ മുകളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, റൗണ്ട് ഡൗണിൽ താഴേക്ക് കൺവേർട്ട് ചെയ്യുന്നു. റൗണ്ട് ഡൗൺ ഫംഗ്ഷൻ ഡസ് ദ ഓപ്പോസിറ്റ് ഓഫ് റൗണ്ട് അപ്പ്. ഇറ്റ് റൗണ്ട്സ് എ നമ്പർ ഡൗൺ ടുവേർഡ്സ് 0 വിത്തൗട്ട് കൺസിഡറിങ് ദ വാല്യൂ നെക്സ്റ്റ് ടു ദ കൗണ്ടിങ് ഡിജിറ്റ്. പോയിന്റിന് ശേഷം 0 ആക്കി കൺവേർട്ട് ചെയ്യുന്നു. പോയിന്റിന് ശേഷമുള്ള വാല്യൂസിനെ പ്രത്യേകമായിട്ട് പരിഗണിക്കാതെ ഏറ്റവും താഴെയുള്ള തൊട്ടടുത്തുള്ള 100ലേക്ക് കൺവേർട്ട് ചെയ്യാൻ -2 കൊടുക്കുന്നു. ഇതിൻ്റെ സിൻടാക്സ് ഈക്വൽ ടു റൗണ്ട് ഡൗൺ നമ്പർ
കൗണ്ട്. എക്സാമ്പിൾ നോക്കുക. ഈക്വൽ ടു റൗണ്ട് ഡൗൺ 45,321.7354, 2 ഡിജിറ്റാക്കി ഡൗൺ ചെയ്ത് കൺവേർട്ട് ചെയ്യും. ഇവിടെ നോക്കുക, പോയിന്റിന് ശേഷം 73 ആണ്. 7354നെ 73 ആക്കി കൺവേർട്ട് ചെയ്തു. ദെൻ അടുത്ത കേസിൽ ഇവിടെ 1 എന്നാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഏറ്റവും താഴെയുള്ള ഒരൊറ്റ ഡിജിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. ദെൻ ഇവിടെ 0 നൽകിയിട്ടുണ്ട്, 45,321 ആയിട്ട് കൺവേർട്ട് ചെയ്തു. ദെൻ ഈക്വൽ ടു റൗണ്ട് ഡൗൺ 45,321.7354, -1 കൊടുത്തു കഴിഞ്ഞാൽ ടെൻസിലേക്കാണ് കൺവേർട്ട് ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യും? റൗണ്ട് ചെയ്ത് ഡൗൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര ഉണ്ടായിരിക്കും? 45,320 ആണ്. 21ന് തൊട്ടടുത്തുള്ള താഴെയുള്ള ടെൻസ് എന്ന് പറഞ്ഞാൽ 20 ആണ്, അതുകൊണ്ട് 45,320. ദെൻ റൗണ്ട് ഡൗൺ 45,321.7354 -2 എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള താഴെയുള്ള ഹൺഡ്രഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യും, അഥവാ 45,300ലേക്കാണ് ഇതിന് റൗണ്ട് ഡൗൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് സം, സമീഫ്, റൗണ്ട്, റൗണ്ട് അപ്പ് ആൻഡ് റൗണ്ട് ഡൗൺ. പ്രാക്ടിക്കലായി നമുക്കിത് കൂടുതൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.